കണ്ണൂർ പയ്യന്നൂർ രാമന്തളിയിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയ കുടുംബത്തിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. രാമന്തളി സെന്റർ വടക്കമ്പാട് റോഡിന് സമീപം കൊയ്ത്തട്ട താഴത്തെ വീട്ടിൽ കലാധരന്റെ മക്കളായ ഹിമ, കണ്ണൻ എന്നിവരാണ് മരിച്ചത്. മുതിർന്നവർ തൂങ്ങി മരിച്ച നിലയിലും കുട്ടികളുടെ മൃതദേഹം നിലത്ത് കിടക്കുന്ന നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം മുതിർന്നവർ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായൊരു നിഗമനം. എം സന്തോഷുണ്ട് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. സന്തോഷ്, ഏറ്റവും ദാരുണമായൊരു സംഭവമാണ്. ആ കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവിന്റെ അമ്മയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പ്രാഥമികമായൊരു സംശയം ഉയരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? പോലീസ് പറയുന്നത് എന്താണ്? വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് പയ്യന്നൂരിനടുത്ത രാമന്തളിയിൽ ഉണ്ടായത്. രണ്ട് ചെറിയ കുട്ടികൾ, 2 വയസ്സുള്ള ഒരു കുട്ടിയും 5 വയസ്സുള്ള ഒരു കുട്ടിയും, ഈ 2 കുട്ടിയും ഇവരുടെ അച്ഛനും അച്ഛൻ്റെ അമ്മയും, ഈ 4 പേരാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. ഈ കാണുന്ന വീടിൻ്റെ മുകൾ നിലയിൽ, 1ാമത്തെ നിലയിലായിരുന്നു ഈ 4 മൃതദേഹങ്ങളും ഒരു മുറിയിൽ തന്നെ ഉണ്ടായത്. കുട്ടികളുടെ മൃതദേഹങ്ങൾ താഴെ നിലത്ത് കിടക്കുന്ന രീതിയിലും മുതിർന്നവരുടെ മൃതദേഹങ്ങൾ തൂങ്ങിയ നിലയിലുമാണ് ഉണ്ടായിരുന്നത്. ഈ കുട്ടികളെ കൊലപ്പെടുത്തി മുതിർന്നവർ ജീവനൊടുക്കിയതാണ് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. ഇവരുടെ മൃതദേഹം ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പുലർച്ചയോടുകൂടിയാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അവിടെ ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഏതായാലും ഈ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണിത്. നാട് അതിൻ്റെ ഒരു നടുക്കത്തിലാണുള്ളത്. വളരെ ചെറിയ കുട്ടികളാണ്. ആ ചെറിയ കുട്ടികളുടെ മരണം, അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണം വലിയ രീതിയിലുള്ള ആഘാതം ഇവരുടെ ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ ഈ നാട്ടിനുമെല്ലാം തന്നെയും സൃഷ്ടിച്ചിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കലാധരനും ഭാര്യയും അകന്നു കഴിയുകയാണ്. ഇവരുടെ വിവാഹമോചന കേസും നടന്നു വരികയാണ്. അതിനിടെ കോടതി ഈ 2 കുട്ടികളെ അമ്മയോടൊപ്പം വിടണം എന്നുള്ള ഉത്തരവിറക്കിയിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള മാനസിക പ്രയാസം ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ കലാധരൻ്റെ ഭാര്യ, അകന്നു കഴിയുന്ന ഭാര്യ, ഇവർക്കെതിരെ ഒരു പരാതി നൽകിയിരുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ പരാതി നൽകിയിരുന്നു. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട ചില പരാതികളും ഈ ഭാര്യ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി നൽകുകയും ഇന്നലെ വൈകുന്നേരം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിങ്ക് പോലീസ് ഇവിടെ എത്തി. അപ്പോൾ ഈ വീട് പൂട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു. അയൽപക്കക്കാരോട് ചോദിച്ചപ്പോഴും അവർ തൊട്ടടുത്ത ബന്ധുവീട്ടിലേക്ക് ഒക്കെ പോകാറുണ്ട്, അതുകൊണ്ട് അവർ പുറത്തു പോയതാണെന്നാണ് കരുതിയത്. അതിനുശേഷം ഈ പോലീസ് വീണ്ടും തിരിച്ചു പോയി. അതിനുശേഷം ഇവിടെ ഈ കലാധരൻ്റെ അച്ഛനുണ്ട്. അച്ഛനെ ബന്ധപ്പെട്ട സമയത്താണ് അവർ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരികയും ഈ കലാധരൻ്റെ അച്ഛൻ ഇവരെ കാണാത്തത് കൊണ്ട് പോലീസിനെ വിവരമറിയിക്കുകയും പിന്നീട് പോലീസ് ഉൾപ്പെടെ എത്തി നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് വീടിലെ മുകൾ നിലയിൽ ഈ 2 കുട്ടികൾ മരിച്ച് കിടക്കുന്ന നിലയിലും ഈ മുതിർന്നവർ തൂങ്ങിയ നിലയിലും കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷം പോലീസും ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. ഏതായാലും വലിയൊരു വേദനാജനകമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ നാടിനെ നടുക്കിയ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കും.